മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, ശ്രദ്ധ കുറയുമ്പോൾ ബന്ധങ്ങളിലും തുരുമ്പ് കയറുന്നു. കഴിഞ്ഞുപോയതും കൊഴിഞ്ഞു വീണതും നഷ്ടങ്ങളായി കാണാതെ അവ നൽകിയ തിരിച്ചറിവിൽ പ്രതീക്ഷയോടെ മുന്നോട്ടു പോകുക. അകന്നിരുന്നാലും കാണാൻ കഴിയുന്നത് മനസ്സ് മാത്രമാണ്. അടുത്തിരുന്നാലും പലരും കാണാതെ പോകുന്നതും മനസ്സ് തന്നെയാണ്. ഭക്തരെ, ഒരു മനുഷ്യൻ്റെ ഹൃദയം തകർത്ത നഷ്ടങ്ങളൊക്കെയും അയാളുടെ പ്രിയപ്പെട്ട ഇഷ്ടങ്ങളായിരുന്നു. വാക്കുകളിൽ ഭംഗിയുണ്ടെന്ന് കരുതി ഹൃദയം മനോഹരമാകണമെന്നില്ല. ഭക്തരെ, ഉള്ളവനിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് നേടാനാകും. ഇല്ലാത്തവനിലേക്ക് നോക്കിയാൽ നിങ്ങൾ ഒരുപാട് നേടിയവനുമാകും. തോൽക്കാൻ മനസ്സില്ലാത്തവർക്കേ വിജയം കൈവരൂ. ഓരോ തോൽവിയും ഓരോ പാഠങ്ങളാണ്. സ്വന്തം അനുഭവം കൊണ്ടല്ലാതെ ആർക്കും ആരെയും തിരിച്ചറിയാനാവില്ല. പുറമേ നിന്ന് വിലയിരുത്താൻ വളരെ എളുപ്പമാണ്. പക്ഷേ ചില വേദനകളുടെ ആഴം അത് അനുഭവിച്ചവരുടേത് മാത്രമാണ്. ഭക്തരെ, നിങ്ങളുടെ ശക്തി അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. മൃദുവായ സ്വഭാവം ബലഹീനമായി കാണരുത്. ഓർമ്മിക്കുക, വെള്ളം പോലെ മൃദുവായ വേറെ ഒന്നില്ല. എന്നാൽ അതിൻ്റെ ശക്തിക്ക് ഏറ്റവും ശക്തമായ പാറകളെപ്പോലും തകർക്കാൻ കഴിയും. ക്ഷമ കീഴടങ്ങലോ തോൽവിയോ അല്ല. ദുർബലർക്ക് ക്ഷമിക്കാനാവില്ല. അത് ശക്തരുടെ ആയുധമാണ്. നിങ്ങൾ ഏതു കാര്യത്തിലും ക്ഷമയോടെ പരിശ്രമിച്ചാൽ അതിന് തീർച്ചയായും ഫലം ലഭിക്കും. പഠിച്ചിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒന്നല്ല ജീവിതം. ജീവിതത്തിലൂടെയേ പഠിക്കാനാകൂ. ജീവിതത്തിൽ അടുത്ത നിമിഷം എന്താണ് കരുതി വച്ചിരിക്കുന്നതെന്ന് ആർക്കും പ്രവചിക്കാൻ സാധിക്കില്ല. ഭക്തരെ, കിട്ടാത്ത ഒന്നിൻ്റെ പിറകെ പോയാൽ അത് അകന്നു പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് അനിവാര്യമായത് സമയമാകുമ്പോൾ നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും. ഭക്തരെ, എന്തിനും ഏതിനും കരഞ്ഞുകൊണ്ടിരുന്നാൽ ജീവിതകാലം മുഴുവൻ കരയാൻ മാത്രമേ സമയമുണ്ടാകൂ. അതിനാൽ നിങ്ങളുടെ കണ്ണുനീർ തുടച്ച് മുന്നോട്ട് കുതിക്കുക. നിങ്ങളുടെ മുന്നിൽ വരുന്ന ഏത് വെല്ലുവിളികളെയും നിങ്ങൾക്ക് തരണം ചെയ്യാൻ സാധിക്കും എന്ന രീതിയിൽ മനസ്സിനെ പാകപ്പെടുത്തുമ്പോൾ നിങ്ങളിലേക്ക് ആത്മവിശ്വാസത്തിൻ്റെ തുള്ളികൾ ഒഴുകിയെത്തുന്നു. എല്ലാ ഭക്തരും സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.